ചാരവൃത്തിക്ക് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന് വിവരാവകാശ രേഖ. പേടിപ്പിച്ചതായിരിക്കും. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്ളോഗർ കേരള ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത്. അല്ലല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ബാക്കി ജനങ്ങൾക്ക് അറിയാന്നതില് ചാരപ്രവർത്തിക്ക് വേണ്ടിട്ട് ഓരോവിടെ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തില്? ഇനി ആരും സൂത്രം കാണിച്ചാ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടൂറിസം വകുപ്പ് ഈ 41 ഇൻഫ്ലുവൻസറിന്റെ സേവനം മേടിക്കുന്നത്. ഈ സേവനത്തിലാണ് ഈ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിട്ടുള്ളത്. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവർ നോക്കിയോളൂ. ഇതിൽ പറയുന്നത് ടൂറിസം വകുപ്പ് പണം നൽകിയാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല യാത്രയും താമസവും ഒരുക്കിയിരിക്കുന്നതും ടൂറിസം വകുപ്പാണ്. ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ഇതിന്റെ ലക്ഷ്യം വരുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ടൂറിസം വകുപ്പ് 41 പേരുടെ പട്ടിക തയ്യാറാക്കുന്നതും ഇവരെ കേരളത്തിലേക്ക് വിളിക്കുന്നതും. അത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിലയിരുത്തി ഞാൻ ഉത്തരവാദിയാണല്ലോ. എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. ഓക്കെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള നിർണായക വിവരങ്ങൾ അത് പാകിസ്ഥാന് നൽകി എന്നാണ് ഈ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായിരിക്കുന്നത്. ടൂറിസം വകുപ്പ് തന്നെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. അതിൽ ഉൾപ്പെടുന്നത് ഒരു ചാരവൃത്തി കേസിൽ ആ വ്യക്തി, ആ ഒരു ഇൻഫ്ലുവൻസർ അറസ്റ്റിലാക്കുന്നു. അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ടൂറിസം മന്ത്രിക്കില്ലേ? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ടൂറിസം മന്ത്രി എന്താ പറയുന്നത്? നിങ്ങൾ തോന്നിയ പോലെ വാർത്ത കൊടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ജനം കൂടെയുണ്ട്. ജനം എവിടെ കൂടെയുണ്ട്? ജനം കൂടെയുള്ളതിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ മനസ്സിലാക്കിയില്ലേ? ജനം കൂടെ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? റിയാസ് അതിന് മറുപടി പറയണം. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം, അല്ലാതെ അഹങ്കാരവും ധിക്കാരവും അല്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇതിന് ഉത്തരം നൽകേണ്ടതും ടൂറിസം വകുപ്പാണ്. നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്.